എന്നാ ഒക്കെ ആയാലും സംഗതി നല്ല സെറ്റപ്പാ കേട്ടോ. കണ്ടിട്ട് പേടിയാവുന്നടാവേ. പിടിച്ചതിനകത്തൊന്നുമില്ല, ബാഗിലെടുത്തോടാവ്. ഈ ആന്തരിക സൗഖ്യം എന്നാടാവ്? എന്നതാണോ വചനത്തിന്റെ വാൽ. ഓ ഇതാണോ അച്ഛൻ പറഞ്ഞ പുലി? കാണാൻ പക്ഷെ ഒരു ലുക്കില്ലല്ലേ? അതെ, കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ആനക്കാട്ടിൽ അച്ഛൻ തന്നേച്ചാ നന്ദി. ഓ വിളിച്ചിരുന്നു. വന്നാട്ടെ. വിചാരിച്ച പോലെ ആള് മഹാഭാവം. ആനക്കാട്ടിലച്ഛന്റെ ഇടവേഗം നാലിയോ? അതേച്ചോ. ആരാ ഈ തോപ്പിൽ ജോപ്പൻ? ഞാനന്നേ. പ്രണയ നൈരാശ്യം മൂലമുള്ള കടുത്ത മദ്യപാനം. ശരിയാക്കി എടുക്കാം. ആനക്കാട്ടിലച്ഛൻ എഴുത്തി കൂടെ കുത്തിയതാ. എഴുത്തു കുത്തെന്ന് കേട്ടിട്ടില്ലേ? അതാ. അപ്പൊ ബാക്കിയുള്ള ഒരു ജോപ്പന് കൂട്ടു വന്നതായിരിക്കും അല്ലയോ? ഞങ്ങളും വിശ്വാസികളാണ്. അതെ, ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവർ. അച്ഛനതെങ്ങനെ മനസ്സിലായി? അതെ, ഇവിടെ ചില നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട്, അത് കൃത്യമായി പാലിച്ചിരിക്കണം. കേട്ടല്ലോ? ഈ നിയമങ്ങളൊക്കെ പാലിക്കാത്തവരെ ഇവിടുന്ന് പുറത്താക്കുമായിരിക്കും അല്ലേ അച്ഛോ? ഒരിക്കലുമില്ല. അവരെ നിയമങ്ങൾ പാലിക്കാൻ പ്രാപ്തരാക്കും. കഠിനമായ വ്രതങ്ങളിലൂടെയും കടുത്ത ധ്യാനമുറകളിലൂടെയും അത് സാധിപ്പിക്കും. കുഞ്ഞേ, കഠിനമായ ധ്യാനമുറകൾ എന്നാന്ന് മനസ്സിലായോ? ഇല്ല. പട്ടിണിക്കിട്ട് അനുസരിപ്പിക്കുമെന്ന്. തോപ്പിൽ ബാസിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ജോപ്പൻ. അത് തന്നെ. നിയമങ്ങളും പ്രാർത്ഥനാ സമയങ്ങളും ഒക്കെ ഇതിലുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ബാക്കിയൊക്കെ വാൾഡിയേഴ്സ് പറഞ്ഞു തരും. അപ്പൊ ശരി, ധ്യാനം തുടങ്ങാറായി. പെട്ടിയും പ്രമാണങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് ഹാളിലേക്ക് വന്നോളൂ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ അച്ചോ. ഒന്ന് നിൽക്കൂ. ഇത്രയും വിനയം വേണ്ട, വിനയപ്രസാദായി പോവും. ഓ, ഒരു പൊടിക്ക് കുറച്ചോളൂ. വിനയം 2 ഇഞ്ച് കുറച്ചിട്ടുണ്ട്. പോടാ.